കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കാണാത്തതിനെ നോക്കിയുള്ള ഒരു ഓട്ടത്തെ കുറിച്ച് കേൾക്കുകയായിരുന്നു. നമ്മള് വളരെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങള് അത് നമ്മൾ ആദ്യം ചിന്തിച്ച് ആ വാക്യം പൂർവ്വവാക്യമായിട്ട് നമ്മൾ കേട്ടിട്ട് പിന്നെ 4 കാര്യങ്ങള് ആ 4 മേഖലകളില് നമ്മെ തന്നെ മുമ്പാകെ പരിശോധിക്കുന്ന ഒരു കാര്യം. 4 കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്തൊക്കെയാ? പണം, അതായത് പണത്തോടുള്ള സ്നേഹം, പിന്നെ 2-ാമത്തെ 3-ാമത്തെ ആ ഒരു തൃപ്തി, ലോകപ്രകാരമുള്ള സന്തോഷങ്ങള്. തൃപ്തി എന്ന് പറയുമ്പോൾ അവിടെ ഗോ ടു ദോസ് വെൽ ഫെഡ് എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിലൊക്കെ ഉള്ള ഒരു തൃപ്തി, പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള തൃപ്തി. അപ്പൊ ആ ഒരു ഭക്ഷണം, സുഖലോലുപത, പ്ലഷേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളിലുള്ള തൃപ്തി. അതാ 2-ാമത്തെ 3-ാമത്തെ കാര്യങ്ങൾ, ആ ഒരു തൃപ്തിയും സന്തോഷങ്ങളും, ലോകത്തിന്റെ സന്തോഷങ്ങള്. പിന്നെ മനുഷ്യമാനം. അപ്പൊ ഈ കാര്യങ്ങള് ഇതെല്ലാം നമ്മുടെ ജഡത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്യമുണ്ട്, എന്താ? 1 യോഹന്നാൻ 2:16. ഈ ലോകത്തിലുള്ള എന്തൊക്കെയാ? കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രധാനം. ആ 3 കാര്യങ്ങൾ നമ്മളിപ്പം കേട്ടത്. കൺമോഹം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം വേണം. അതാ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാ കൺമോഹം. നമ്മളിപ്പോ ലൂക്കോസ് 6:24, 25, 26 വാക്യങ്ങളിൽ ആ 4 കാര്യങ്ങൾ. അതിന്റെ തൊട്ട് മുമ്പായിട്ടും കർത്താവ് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്, ഞാൻ 2 കൊരിന്ത്യർ 4-ലേക്കുള്ള ഇതിലേക്ക് വരാം. ആ ഒരു വാക്യത്തിൽ നിന്ന് അതിലേക്ക് വരുന്ന മുമ്പായിട്ട് നമ്മൾ ആ ലൂക്കോസ് 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ നിന്നാണല്ലോ നമ്മൾ മെയിനായിട്ട് ചിന്തിച്ചത്. ലൂക്കോസ് 6-ാം അധ്യായത്തിന് 24, 25, 26 വാക്യങ്ങളില്ല ഈ 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സംക്ഷേപിച്ച് പറഞ്ഞാൽ 3 കാര്യങ്ങളായിട്ട് പറയാം. വെച്ചാൽ 2-3 കാര്യങ്ങൾ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ലൂക്കോസ് 6-ന്റെ 24 ആ ഒരു ധനത്തെ കുറിച്ച്, സമ്പന്നരായിരിക്കുന്നവർ, അതാ പണവും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാ കൺമോഹം. നമുക്ക് കാണുന്നതെല്ലാം വേണം എന്നുള്ളൊരു നമ്മളിലേക്ക് നോക്കി, നമ്മുടെ ജഡത്തിലേക്ക് നോക്കി ഇതെല്ലാം ഉണ്ട്. നമ്മളിപ്പോ നമ്മുടെ ജഡത്തിലേക്ക് നോക്കി എന്തോ നിരാശപ്പെട്ടു, അയ്യോ ഞാൻ ഇനി എന്താവും എന്നുള്ള ഒരു നിരാശയിലേക്ക് പോകണമെന്നല്ല, മറിച്ച് ആ കാര്യങ്ങളെ ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വെളിച്ചത്തില് കർത്താവിന്റെ ജീവിതത്തില് ഇന്ന മേഖലകളില് കർത്താവെ ആ പണത്തോടുള്ള ഒരു പരിചയത്തില്, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പണത്തോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ. പിന്നെ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾ വന്നപ്പോഴായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വരുമാനം വരുമ്പോൾ അപ്പൊ അതിൽ തന്നെയൊക്കെയുള്ള ഒരു സന്തോഷം, ആ ഒരു ജടികമായിട്ടുള്ള ഒരു പണത്തിന്റെ മേലുള്ള ഒരു സന്തോഷം. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കിപ്പം പണം ഡയറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാത്ത കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ കാണാം. അപ്പൊ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിലുള്ള ഒരു സന്തോഷം, അതെല്ലാം വേണം, ഇത് വേണം, അത് വേണം. നമുക്കൊരു ഹൃദയത്തിലൊരു കർത്താവിനൊരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ആ ഒരു കൺമോഹം, ജഡമോഹം എന്ന് പറയുന്നതാണ് ഈ സന്തോഷം, തൃപ്തി എന്ന് പറഞ്ഞാൽ. ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ലൈംഗിക ആഗ്രഹങ്ങളാവട്ടെ, മറിച്ച് ഭക്ഷണമാവട്ടെ, ഉറക്കമാവട്ടെ, അതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ അതാ സന്തോഷം, സുഖഭോഗങ്ങൾ, അതിലൊക്കെയുള്ളൊരു തൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ പറ്റുന്നത്. പിന്നെ മനുഷ്യമാനം, ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ മനുഷ്യമാനം. അവരെല്ലാം എന്നെ കുറിച്ച് നല്ലത് പറയണം, സഭയിൽ എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം, നമുക്കുള്ള സ്ഥാനമാനങ്ങളെ എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ അവരെ നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്നും പറയുമ്പോൾ നമുക്കൊരു അതൃപ്തി, ഒരു അസ്വസ്ഥത, ആ ഒരു മനുഷ്യമാനം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അതെല്ലാം നമ്മളുടെ ജഡത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഇപ്പൊ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് തൊട്ട് മുമ്പ് 21, 22, 23 വാക്യങ്ങളിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കർത്താവ് പറയുന്നുണ്ട്. എന്താ? 20-ാമത്തെ വാക്യം, അതായത് ലൂക്കോസ് 6:20 അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ഒരു ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു, അത് നമ്മള് Matthew 5:3 കമ്പയർ ചെയ്യുമ്പോൾ അത് ആത്മാവിലെ ദാരിദ്ര്യമാണെന്നുള്ളൊരു കാര്യം, അത് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാം. എന്നാലും ഈ ഒരു കർത്താവ് ഇവിടെ പറയുന്നൊരു കോൺട്രാസ്റ്റോട്ട് നോക്കുമ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ, നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കൊരു ഒരു മുട്ടുണ്ട്, ചില കാര്യങ്ങളിൽ നമുക്കൊരു നീഡുണ്ട്, ചില ആവശ്യങ്ങളുണ്ട്. അപ്പോഴും കർത്താവിലുള്ള ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ, പിന്നെ വിശക്കുന്നവരായ നിങ്ങൾ, മറ്റേടത്താണെങ്കിൽ എന്താ? തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, വിശക്കുന്നവരായ നിങ്ങൾക്ക് അതാണ് ഭാഗ്യാവസ്ഥ എന്ന് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട്, അതിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു
വൈരുദ്ധ്യമായിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ കരയുന്നവരായ ഞങ്ങൾ 21-ാമത്തെ വാക്യത്തിൽ തന്നെ മറ്റൊരു ചിരിക്കുന്നവര് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. പിന്നെ എല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾ 26-ാമത്തെ വാക്യത്തിന് വൈരുദ്ധ്യമായിട്ട് എന്താ 22-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് പേര് വിടക്ക് ഈവിൾ ദുഷ്ടൻ എന്നുള്ള ആ ഒരു രീതിയിൽ തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോഴൊക്കെ സന്തോഷിച്ചു തുള്ളുവാൻ. അപ്പൊ നമ്മളുടെ ജഡത്തില് ഉള്ളതായി കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപം. എന്നാൽ അതിനുള്ള പല കാര്യങ്ങൾ, അതിനുള്ള പല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ വരുമ്പോൾ അവിടെ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ, ഇപ്പം പണത്തെ സ്നേഹിക്കാനുള്ള ഒരു എന്താണ് പറഞ്ഞ ഒരു ത്വര, ഒരു പണത്തിനായിട്ട് കുറച്ചൊരു പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്ത് ഒരു കള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിലൂടെ കുറച്ചുകൂടെ നമുക്കൊരു കള്ള ഒപ്പിട്ടാൽ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ആ ഒരു അത് അങ്ങനെയുള്ള ഒരു ഇത്. പിന്നെ ഈവൻ നമ്മള് ന്യായപൂർവമായിട്ടുള്ള പണമാണെങ്കിൽ പോലും അതിനായിട്ടുള്ള ഒരു സ്നേഹം, അതിന്റെ പിന്നാലെ ഒരു എപ്പോഴും നമ്മുടെ ഹൃദയത്തില് ആ ഒരു പണത്തെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം വന്ന് നിറയുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ അവിടെ യേശുവിലാണ് എന്റെ സന്തോഷം, പണത്തിലല്ല, കർത്താവിലാണ് എന്റെ സന്തോഷം. പണം കുറച്ച് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ അത്തിവൃക്ഷം തളത്തില്ല, മുന്തിരിവള്ളിയിൽ ഫലമൊന്നുമില്ല, ഗോശാലകളൊക്കെ കാര്യമായിട്ട് കിടക്കുവാണ്, ആട്ടിൻപറ്റമൊക്കെ ഒന്നും ഇല്ലാതൊക്കെ ആയിരിക്കുമ്പോഴും എങ്കിലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ഹബക്കൂക്ക് 3:17-18 നമ്മൾ വായിച്ചു. അങ്ങനെ ആയിരിക്കുന്ന സമയത്തും യേശുവിലാണ് എന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജഡത്തിലൊരു കഷ്ടമുണ്ട്. അത് നമ്മളിപ്പോ ആദ്യം വായിച്ച ആ വാക്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ 2 Corinthians 4:17-18 കാണാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണ് എന്താ അവിടാണ് നമ്മളെ അവിടെ അങ്ങനെയുള്ള ഒരു ഓട്ടത്തെ കുറിച്ച് നമ്മൾ വായിച്ച് 2 Corinthians 4 അവസാനത്തെ വാക്യത്തില് കാണുന്നതിനെ അല്ല കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താ സംഭവിക്കുന്നേ? നുടുനേരത്തേക്കുള്ള ഇംഗ്ലീഷിൽ വൈൽ ബി, ഇംഗ്ലീഷിലായാലും ഗ്രീക്കിലായാലും വൈൽ ബി, ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നുടുനേരത്തേക്കുള്ള കഷ്ടം. മലയാളത്തിൽ 2 വാക്യമായിട്ട് വലിയ വാക്യമായിട്ട് 2 വാക്യമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്ന നമ്മള് ഇതിന് പറഞ്ഞ കാണുന്ന കാര്യങ്ങൾ, അതായത് പണം, മനുഷ്യമാനം, ഈ ലോകത്തിൻ്റെതായ സുഖങ്ങൾ, സുഖലോലുപത, അതെല്ലാം നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മളിപ്പം ചെറുപ്പക്കാരെ നിങ്ങളുടേതായ രീതിയിൽ അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ സ്കൂളില് എല്ലാവരുടെയും പോപ്പുലർ ആകാൻ, അവരുടെ ഫാഷൻ സ്റ്റൈല് എല്ലാവരുടെയും മുമ്പിൽ അക്സെപ്റ്റഡ് ആവാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നു. എല്ലാവരും സിനിമയ്ക്ക് പോകുന്നു, അപ്പൊ ഞങ്ങൾ ഒന്ന് സിനിമയ്ക്ക് പോവാം, എല്ലാവരും പരിദൂഷണം പറയുന്നു, എല്ലാവരും സിനിമക്കഥയും വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ ചെറുത് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ കൂടെ അക്സെപ്റ്റഡ് ആവാൻ വേണ്ടി നമ്മളും അവരുടെ കൂടെ അങ്ങ് ചെന്ന് പത്രോസ് അവരുടെ കൂടെ പോയി തീ കാഞ്ഞിട്ട് പിന്നെ കർത്താവിന് തല പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു മനുഷ്യമാനം തേടി ആ ഒരു രീതിയിൽ. പിന്നെ നമുക്ക് പേരൻസിന് വാങ്ങിച്ചു തരാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ പോലും അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, എനിക്ക് ഇന്ന ബ്രാൻഡ് വേണം, അത് വേണം, ഇന്ന പുതിയ ഉടുപ്പ് വേണം. ശരിയാണ്, നമ്മൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പേരൻസിനോട് പറയണം. അത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ കർത്താവിലാണ് അതിന്റെ തൃപ്തി. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങനെയുള്ളപ്പോൾ ഒരു നെടുനേരത്തേക്കുള്ള ലഘുവായിട്ടൊരു കഷ്ടമുണ്ട്. അത് നമ്മളിപ്പം വായിച്ച് ഇത് കാണാത്തതിനെ നോക്കുമ്പോൾ നമുക്ക് എന്താ, അത് നമ്മൾ 2 Corinthians 4:17 വായിച്ച് അത് നെടുനേരത്തേക്കുള്ള കഷ്ടമാണ്. അപ്പൊ ഈ നെടുനേരം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു 80-90 വയസ്സ് നമ്മൾ ജീവിച്ചാലും നിത്യതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതല്ല എന്താ നെടുനേരത്തേക്കുള്ള കഷ്ടമാണ്. ശരിയാണ്. ഇപ്പം പൊന്നുമ്പേർ പറഞ്ഞു ആരോഗ്യമില്ലാത്തൊരു ശരീരം ആയിരിക്കുമ്പോ ശരി, അതൊരു കഷ്ടമാണ്. അത് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ ആ ഒരു വേദനയും ക്ഷീണവും പ്രയാസവും ഒക്കെ അപ്പോ നമുക്ക് ക്ഷീണം എപ്പോഴും ഒരു പരാതി. പക്ഷെ അത് നിത്യതയിലെ കർത്താവിനോടുള്ള ആ ഒരു സന്തോഷത്തോടെ കമ്പയർ ചെയ്യുമ്പോൾ അത് നെടുനേരത്തേക്കുള്ളതാണ്, കുറച്ചു നേരത്തേക്കുള്ളതാണ്. നെടുനേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടമാണ്. നമ്മൾ വരുമ്പോൾ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ഇത് വല്ലാത്ത. ശരിയാണ്, നമ്മളത് അനുഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ഈ ലോകത്ത് നമ്മളിനിപ്പോ എന്തെല്ലാം കഷ്ടം, അത് പുറമെയുള്ള ലോകത്തിന്റെ കഷ്ടമാവട്ടെ, സാമ്പത്തികമായിട്ടുള്ള ചില ക്ലേശങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ വേണ്ട പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാട്ടില് കർത്താവിനുള്ള നിന്നയാണ് വലുത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജഡത്തിലൊരു കഷ്ടമുണ്ട്. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് 1 Petrus 4:1 നമ്മൾ എപ്പോഴും വായിക്കാറുള്ള കാര്യമാണ്. ജഡത്തിലൊരു കഷ്ടമുണ്ട്. അപ്പൊ ബാക്കി പുറമെയുള്ള കഷ്ടങ്ങളാവട്ടെ, ഈ പുറമെയുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴാവട്ടെ, അല്ലാതെയുള്ള പാപപ്രലോഭനങ്ങളോട് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടണം എന്നുള്ളൊരു ഒരാള് എന്തെങ്കിലും നമ്മളെ കുറിച്ച് നമുക്ക് തിരിച്ചു 2 വാക്ക് പറയണം, അപ്പൊ അവർ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ കണ്ണോട് മോഹിക്കണം,
അല്ലെങ്കിൽ പരദൂഷണം പറയണം, അല്ലെങ്കിൽ കൈപ്പായിട്ടിരിക്കണം. അപ്പൊ അവിടെയൊക്കെ ജഡത്തിലൊരു സന്തോഷമാണ്. എന്നാൽ ആ ജഡത്തിന്റെ സന്തോഷം വേണ്ടെന്ന് പറയുമ്പോൾ നമ്മളിതിനെ അവിടെ താഴ്ത്തി അങ്ങേര് അതിന്റെ സന്തോഷം, അങ്ങനെയാണ് എന്റെ ഏറ്റവും വലിയ പ്രതിഫലം, അങ്ങനെയാണ് എന്റെ സമ്പത്ത്. വലിയ ഈ ലോകത്തിന്റെ സമ്പത്തില്ല, ലോകക്കാർ നോക്കുന്നത് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രമൊന്നും സാധുവ പാടിയതുപോലെ അങ്ങാണ് എന്റെ സമ്പത്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ജഡത്തിലൊരു കഷ്ടമുണ്ട്. അത് പക്ഷെ നുടിനേരത്തേക്കുള്ള കുറച്ച് നേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടമാണെങ്കിൽ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്തുണ്ടാവുന്ന പറയുന്നത്, എന്താ അത്യന്തം അനവധിയായിട്ട് തേജസ്സിന് നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പൊ ഈ കാണാത്തവനായ അദൃശ്യനായവനെ നോക്കി മോശ ഉറച്ചു നിന്നു എന്നൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എബ്രായ ലേഖനം 11:27 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അദൃശ്യനായ വിശ്വാസ നായകനുമായ വിശ്വാസ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നമ്മൾ ഈ ഭൗതിക കണ്ണുകളിലൂടെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഓരോ സമയത്തും നമ്മൾ യേശുവിനെ നോക്കി, കാണാത്തവനായി ഈ കർത്താവിനെ നോക്കി, നിത്യതയുടെ കാര്യങ്ങളെ നോക്കി, ആ തേജസ്സിനെ നോക്കി നമ്മൾ ഓടുമ്പോൾ അവിടെ നുടിനേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടമുണ്ട്. എന്നാൽ ആ നുടിനേരത്തിന് പകരമായിട്ട് നിത്യഘനം, നിത്യം, മൊമെന്ററി വേഴ്സസ് ഇറ്റേണൽ, അത് ആ മൂന്ന് ഓപ്പോസിറ്റ്സ് ആ വാക്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നുടിനേരത്തേക്കുള്ള കഷ്ടമാണ് ഈ കൺമോഹവും ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപവും അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ കർത്താവേ എനിക്ക് അങ്ങ് മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും നമ്മൾ പാടുന്ന പോലെ ബാക്കി പല കാര്യങ്ങള്, നമുക്ക് വേദന ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലൂടെ, പല പ്രയാസങ്ങളിലൂടെ, പല തിക്താനുഭവങ്ങളിലൂടെ, പല പ്രയാസങ്ങളിലൂടെ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ കർത്താവേ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു നുടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടമുണ്ട്. എന്നാൽ നുടിനേരത്തേക്ക് എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? നിത്യമായിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. പിന്നെ ലഘുവായ കഷ്ടം എന്നുള്ളതാ, ലഘു ലൈറ്റ്, അതിന് പകരമായിട്ട് ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിന് നിത്യ ഖനം, അത് അതിന്റെ ഓപ്പോസിറ്റ്. ലഘുവിന്റെ ഓപ്പോസിറ്റ് എന്താ? ഖനം. ആ ഒരു വലിയൊരു കർത്താവിന്റെ സ്വഭാവത്തിന്റെ പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ തേജസ് നമ്മളുടെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഖനം നമ്മൾ യേശുവിനെ പോലെ കൂടുതലായിട്ട് ആയിത്തീരുന്നു. ശരിയാണ്, ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരി അവിടെ ഒരു ചിലപ്പം ചില കർമ്മ സർട്ടിഫിക്കറ്റിനായിട്ട് ചിലര് വരും. അപ്പൊ ഞാൻ പറയും ഓണസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ സർട്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ അവരുടെ മുമ്പ് ഇതൊന്ന് ഇത് പൈസ കൊടുത്താൽ പോരെ, പിന്നെ ഒപ്പിട്ട് വന്നാൽ പോരെ. അപ്പൊ ഞാൻ പറയാം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരാളെ എനിക്ക് പ്രയാസമുണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ പറയുമ്പോൾ അവരുടെ മനസ്സിലോ ഞങ്ങള് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് വന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ചില ഉണ്ട് ലഘുവായിട്ടുള്ള കഷ്ടമാണത്. എന്നാൽ അത് തേജസ്സിന്റെ നിത്യമാണ്. നമുക്കൊരു ആത്മീയ നട്ടലുണ്ടാവുക, സ്പിരിച്വൽ സ്പൈൻ ഉണ്ട്, ചില കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട എന്ന് പറയുവാൻ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പിന്നെ നിത്യ ഘനം, നുടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ് തേജസ്. തേജസ്, കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ സ്വഭാവം, അത് നമ്മളിൽ ഉണ്ടാകാൻ ഇടയാകുന്നത് ഓരോ കാര്യത്തിലും. ഇപ്പൊ നമ്മള് പണത്തിന്റെ കാര്യം, സുഖലോലുപതയുടെ കാര്യം, പിന്നെന്താ മനുഷ്യമാനത്തിന്റെ കാര്യം നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം യേശുവാണ് എന്ന് നമ്മളങ്ങ് കണ്ടാൽ, നമ്മളുടെ പണം കർത്താവാണെന്ന് കണ്ടാൽ, ഞങ്ങൾ പെട്ടെന്ന് 3 വാക്യങ്ങൾ പറയുവാണെങ്കിൽ ഉൽപ്പത്തി 15 ഒന്നാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ പ്രതിഫലം എന്ന് പറയുന്നുണ്ട് എബ്രഹാമിനോട്. ഞാനാണ് നിന്റെ പണം, ഞാനാണ് നിന്റെ സമ്പത്ത്. അത് പറയാൻ ഉൽപ്പത്തി 15:1 NSB അത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ KJV നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. എപ്പോഴാ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ തൊട്ട് മുമ്പേ 14-ാം അധ്യായം നമ്മൾ വായിച്ച മരുമോനായിട്ടുള്ള ലോത്തിനെ ശത്രുക്കളും പിടിച്ചുകൊണ്ട് പോയി അവരുടെ അടുത്തു നിന്ന് ഇബ്രഹാമും കൂട്ടരും പോയി രക്ഷിക്കുമ്പോൾ ഒരുപാട് കൊള്ള കിട്ടി. അപ്പൊ ആ കൊള്ളയെല്ലാം കൂടെ എനിക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, അന്നത്തെ ആ ഒരു കസ്റ്റം അനുസരിച്ച് എടുക്കാമായിരുന്നു. ഇന്ന് മെൽക്കിസദേക്ക് എന്നുള്ള ഒരു മനുഷ്യനെ ദൈവം തന്നെ അയച്ച് അവന്റെ ആ ഒരു പണസ്നേഹത്തിൽ നിന്നും നിഗളത്തിൽ നിന്നും ഒക്കെയുള്ള പ്രവചന വാക്യമൊക്കെ കേട്ട് അവൻ പറയുന്നത് ഞാൻ ഒന്നും എടുക്കുകയില്ല. അത് 14 തൊട്ട് മുമ്പ് 14:22 എബ്രഹാം സോദാൻ രാജാവിനോട് പറഞ്ഞത്, ഞാൻ എബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുകാരാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് യാതൊന്നും ആകട്ടെ എടുക്കുകയില്ല. ഐ വിൽ നോട്ട് ടേക്ക് എനിത്തിങ് എക്സെപ്റ്റ് എന്ന ഇംഗ്ലീഷിൽ 24-ാമത്തെ വാക്യം, മലയാളത്തിൽ 22-ാമത്തെ വാക്യം. എന്നാൽ ബാലിക്കാർ ഭക്ഷിച്ചതും അവരുടെ എന്റെ കൂടെ വന്നവരുടെ ഓഹരി കൊടുത്തു, ഞാനായിട്ടൊന്നും എടുക്കുകയില്ല എന്ന് പറയുന്നത് ആര് കേട്ടു? സ്വർഗത്തിലെ ദൈവം കേട്ടിട്ട് പറയുക അതിന്റെ തൊട്ടടുത്ത വാക്യം, അതിന്റെ ശേഷം ആഫ്റ്റർ ദീസ് തിങ്സ് ആണ് എന്ന കർത്താവിന്റെ ദർശനം ഉണ്ടായിട്ട് ഞാനാണ് നിന്റെ സമ്പത്ത്. അപ്പൊ നമ്മള് ചില കാര്യങ്ങളിൽ സമ്പത്തിൽ സന്തോഷിക്കാനാണ് ഈ ലോകക്കാര് പഠിപ്പിക്കുന്നത്. എന്നാൽ
നമ്മുടെ ശമ്പളത്തിൽ സന്തോഷിക്കാനും സമ്പത്തിലും. ശരിയാണ്, നമ്മൾ അധ്വാനിക്കണം, നമ്മള് വേല ചെയ്യണം, അതെല്ലാം ഇതെല്ലാം നമുക്ക് അറിയാം. സദൃശവാക്യം 6-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം മുതൽ ഊർബനെ നോക്കി പഠിക്കണം, മടിയനായിട്ടിരിക്കുന്നത് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം, നമ്മൾ വേല ചെയ്യാത്തവൻ അധ്വാനിക്കുന്നവൻ അപ്പം തന്നെ യോഗ്യനല്ല. 2 Thessalonians 3:10 നമുക്കറിയാം. സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിക്കാട്ടില് മോശക്കാരനാണെന്ന് 1 തിമോഥെയോസ് 5:8 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 2 Corinthians 12:14 അമ്മയപ്പന്മാരും മക്കൾക്ക് വേണ്ടി ചരിതിക്കണം, അല്ലെങ്കിൽ കരുതണം എന്നുള്ള കാര്യമൊക്കെ ദൈവജനത്തിന്റെ പ്രമാണം. എല്ലാം നമ്മൾ കരുതുകയെല്ലാം ചെയ്യണം. പക്ഷേ നമ്മളുടെ സന്തോഷവും നമ്മളുടെ ആശ്രയമില്ലാതെ യേശുവാണ് എന്റെ സമ്പത്ത്, കർത്താവാണ് എന്റെ ഐ ആം ദ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. അവിടെ ആ പണത്തിന്റെ കാര്യത്തിലുള്ള പ്രലോഭനങ്ങൾ വരുമ്പം യേശുവാണ് എന്റെ സമ്പത്ത് എന്ന് കാണുവാന്, സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ, ലോകത്തിന്റെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പം യഥാർത്ഥത്തിൽ യേശുവിലാണ് എന്റെ സന്തോഷം. സന്തോഷത്തിന്റെ പൂർണ്ണത എവിടെ? യേശുവിലാണുള്ള ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സങ്കീർത്തനം 16:11 ആനന്ദത്തിന്റെ പൂർണ്ണത കർത്താവിലെ ഉള്ളത്. പിന്നെ 37-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം മിക്കവർക്കും അറിയാവുന്ന വാക്യം എന്താ? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന് ആഗ്രഹങ്ങളെ സാധിച്ചു തരുമ്പോൾ. സങ്കീർത്തനം 37:4, സങ്കീർത്തനം 16:11 മിക്കവർക്കും അറിയാവുന്ന കൊട്ടേഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. അതായത് യേശുവിന്റെ കർത്താവിന് തന്നെ രസിച്ചുകൊള്ളുക, കർത്താവിന് തന്നെ സന്തോഷിച്ചുകൊള്ളുക. അപ്പൊ നമുക്ക് ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങളല്ല, ഹൃദയത്തിന്റെ ആത്മീയമായിട്ടുള്ള ആത്മാവിന്റെ ദൈവം തരുന്ന ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരുമെന്നാണ് 37-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിന്നെ മനുഷ്യമാനം തേടാനുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ഓൾറെഡി സജിതർ ആ വാക്യം പറഞ്ഞു. ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? കർത്താവിൽ നിന്നുള്ള ആ ഒരു ബഹുമാനം. കർത്താവ് എന്താ അതിനെ കുറിച്ച് പറയുന്നത്? കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലുള്ള ബാക്കി മനുഷ്യര് നല്ലത് പറയട്ടെ, ഏത് പറയട്ടെ, അതൊക്കെ ഇമ്മറ്റീരിയൽ, അതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. മറിച്ച് കർത്താവിന് എന്റെ ജീവിതത്തിൽ നോക്കിയിട്ട് എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, കർത്താവെ അങ്ങേക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് സങ്കീർത്തനം 139:24 നമ്മളെപ്പോഴും പറയും. വ്യസനത്തിനുള്ള മാർഗം ഉണ്ടെങ്കിൽ കർത്താവെ എന്നെ കാണിച്ചു ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ. കർത്താവിന്റെ മാനമാണ് യേശുവിന്റെ ജീവിതത്തില് പിതാവിന്റെ ആ സാക്ഷ്യം, ഇവന്റെ പ്രിയപുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17 വായിക്കുന്നുണ്ട്. പിന്നെ മത്തായി 17:5 മറുരൂപം വിലവെച്ച് വീണ്ടും ആ സാക്ഷ്യം. കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തില്, നടുവില്, ശുശ്രൂഷയുടെ ഒടുക്കത്തില്, യോഹന്നാൻ 12:28 ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. യോഹന്നാൻ 12:28 അവിടെ സ്വർഗ്ഗത്തിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടായി, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തലെന്ന് പറഞ്ഞു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നാണ് യോഹന്നാൻ 12:28 വലിയൊരു ശബ്ദം ഉണ്ടായതായിട്ട് നമ്മളവിടെ കേൾക്കുന്നത്. അപ്പം കർത്താവിന്റെ ജീവിതത്തിന്റെ ആ ശുശ്രൂഷയുടെ തന്നെ ഓരോ വർഷം 3.5 വർഷക്കാലം കർത്താവ് ശുശ്രൂഷ ചെയ്തു. ഓരോ പേജിലും ടീച്ചർമാര് ടിക്കിട്ട് മാർക്കിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ പിതാവ് അത് കണ്ട്, പിതാവിൽ നിന്നുള്ള ഒരു അംഗീകാരം അത് മാത്രമേ യേശു നോക്കിയുള്ളൂ. നമുക്കും നമ്മളുടെ അംഗീകാരം, നമ്മളുടെ ഹൃദയത്തിന്റെ സന്തോഷവും കർത്താവിന്റെ മാനം, കർത്താവ് അവിടെ തന്നെ അംഗീകരിച്ചാൽ മതി. ലോകക്കാരോ മനുഷ്യരോ ബാക്കി സഭയിലുള്ളവരോ ഒന്നും അവര് എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് അങ്ങെന്താ എന്നെ കുറിച്ച് പറയുന്നേ, അത് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്നുള്ള ആ ഒരു നല്ലൊരു വിശ്വസ്തനമായ ദാസനെ എന്നുള്ള ആ ഒരു വിളിക്കാനായിട്ട് കാതോർക്കുന്ന ആ ഒരു മനോഭാവം. അങ്ങനെ ലഘുവായിട്ടുള്ള കഷ്ടങ്ങള്, നുടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങള്, നമ്മള് പല കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നുടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. പക്ഷെ അവിടെ തേജസ്സിന് നിത്യഘനം അത് നമ്മളുടെ ഒന്ന് നിറയുവാനും യേശുവിനെ പോലെ ആയിത്തീരുവാനും ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ട് കർത്താവ് തന്നെയാണ് എന്റെ പണവും എന്റെ സമ്പത്തും എന്റെ സന്തോഷവും സുഖവും എല്ലാം എന്റെ യേശു കർത്താവ് തന്നെയാണെന്ന് പറഞ്ഞ് യോഗ്യതയോടെ ആ തുടർന്ന് ഭാഗവാക്കാകുവാൻ, ഇതിൽ നിന്ന് ഭാഗവാക്കാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.